രേവതി കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരികയാണ് കേട്ടോ. നീ ചായ ഉണ്ടാക്കിയോ? നിന്റെ വീട്ടിൽ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നത് പോലെ നല്ല കട്ടിയില്ലാണ്ടാണോ ഉണ്ടാക്കിയത്? നല്ല രീതിയിൽ തന്നെയല്ലേ ഉണ്ടാക്കിയത്? പാലൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പാലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായയുമായിട്ട് പോകുന്ന ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത് ആർക്കാണ് എന്നുള്ള കാര്യം. ഇതാർക്കാണെന്നോ? ഇത് വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും വേണ്ടിയിട്ടാണ്. വർഷ രാവിലെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താ നീ അവൾക്ക് കൊണ്ട് കൊടുക്കാന്നാണോ? വേണ്ട, ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചായയുമായിട്ട് പോവാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ റൂമിന്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രീകാന്ത് എന്നുള്ള കാര്യം വിളിച്ചുകൊണ്ട് അങ്ങ് ഡോർ തുറക്കുന്ന സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ സാരി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സാരി താഴെ ഇടുന്നുണ്ട്. എന്താടാ, നീയാണോ സാരി മടക്കിക്കൊണ്ടിരിക്കുന്നത്? അതമ്മ അവിടെ കിടന്നതുകൊണ്ട് ഞാൻ ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു എന്ന് കരുതിയിട്ട് നീ മടക്കി വെക്കാണോ? നിന്റെ ഭാര്യ ചെയ്യില്ല ഇതൊന്നും? അല്ലെങ്കിൽ രേവതിയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, അവള് ചെയ്തോളല്ലോ. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതാ കോഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് കോഫി കൊടുക്കുവാണേ. ചേച്ചി ഉണ്ടാക്കിയ കോഫിയാണോ കുടിച്ചിട്ട്? ഒരുപാട് നാളായി, ഞാനിതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അമ്മേ. വർഷയ്ക്കും കൂടി ചേർത്തിട്ടാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാണ് അവള്? കുളിക്കുകയാണോ? അല്ല അമ്മേ, അവള് പോയിന്നോ? എന്താടാ നീ പറയുന്നത്? എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളിപ്പോ സങ്കടപ്പെട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയില്ലേ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ, നമുക്ക് അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരാം. വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അമ്മയെ സമാധാനമായിട്ടിരിക്കേ. അവളമ്മ ജോലിക്ക് പോയതാണ്. രാവിലെ ഡബ്ബിംഗ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് 6 മണിക്ക് പോയി. ജോലിക്ക് പോയിന്നോ? ഇത്ര നേരത്തെയോ? നീ എന്താണ് ഇത്ര സാധാരണയായിട്ട് അത് പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെന്താ, ഞാനെന്താ ദേഷ്യത്തോടു കൂടി പറയണോ അത്? ഏയ് അങ്ങനെയല്ലടാ, അവൾ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ. എന്നിട്ട് അമ്മായിമ്മ എന്ന് പറയുന്ന ഒരുത്തി ഞാൻ ഇവിടെയല്ലേ, എന്നോട് പറയാണ്ടും മിണ്ടാണ്ടും ഇങ്ങനെ അവള് പോകുന്നത്. അമ്മ എന്റെ അടുത്തും പറയാണ്ടാണ് അവള് പോയത്. രാവിലെ എണീറ്റിട്ട് ഫോൺ ചെയ്ത സമയത്ത് ഞാനും അറിയുന്നത്. ഇതൊക്കെ എന്ത് ശീലാടാന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ ഇടയ്ക്ക് ഇവൾക്ക് ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ കോൾ വരും, അപ്പൊ പോകേണ്ടി വരും. വന്ന ദിവസം തന്നെ മൊത്തം പ്രശ്നമാണല്ലോടാ. എന്തായാലും എനിക്കിതൊന്നും പിടിക്കില്ല കേട്ടോ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അങ്ങനെ ശ്രീകാന്ത് പുറകെ തന്നെ ചെല്ലാണ് കേട്ടോ ചന്ദ്രമതിയുടെ അമ്മ. അവൾക്ക് അർജന്റായിട്ട് എന്തോ വർക്ക് വന്നു, അതുകൊണ്ടാന്ന് പറയുമ്പോ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒരുത്തി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ലേ? നിന്റെ ഏട്ടത്തി ശ്രുതി എവിടെ പോവാണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോവാ. ഈ രേവതി പോലും കടയിലേക്ക് പോവാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോവാ. എന്നാ ഈ പെണ്ണ് വന്ന ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അമ്മ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ അമ്മ അവള് പറഞ്ഞിട്ട് പോവാന്ന് ചോദിക്കുമ്പോ ഞാൻ എണീക്കുന്നവരെ കാത്തു നിൽക്കണം, അല്ലെങ്കിൽ കതക് തട്ടിയിട്ട് ഞാൻ പോവാണെന്നുള്ള കാര്യം അവള് പറഞ്ഞിട്ട് പോണം. ശരി അമ്മേ, എന്തായാലും ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആദ്യ ദിവസം ഒരു അബദ്ധം പറ്റിയെന്നൊക്കെ പറയുമ്പോ എന്താടാ ഈ വീട്ടിൽ നിന്ന് പറയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊരു ബഹുമാനം അവള് തരുന്നത്? പുതിയതായിട്ട് വന്ന മരുമകള് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റു രണ്ടുപേരും എന്ത് ബഹുമാനാടാ എനിക്ക് തരിക? അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊന്നും അത്ര നല്ല ശീലമായിട്ട് തോന്നുന്നില്ല ശ്രീകാന്ത്, സൂക്ഷിച്ചോ. എന്താടേ ചന്ദ്രേ രാവിലെ തന്നെ അവനെ നിർത്തിങ്ങാണ്ട് പോയിരിക്കുന്നത്? നീ കുളിക്കുന്നില്ലടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതാ അച്ഛാ കുളിക്കാൻ പോവാ, എന്നാ അങ്ങനെയാണെങ്കിൽ പോടാ. അങ്ങനെ ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. രവിയേട്ടാ അവള് രാവിലെ തന്നെ ജോലിക്ക് പോയി, എന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? പിന്നെ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരുത്തിയായിട്ട് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നിന്ന് കഷ്ടപ്പെട്ട് സംസാരിക്കേണ്ട, ഇരിക്കേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മറ്റു 2 പെണ്ണുങ്ങളും ഇതുപോലെ തന്നെ എന്റെ സംസാരം കേൾക്കാണ്ടിരുന്ന പിന്നെ എനിക്ക് ഈ വീട്ടിൽ എന്താ ഒരു വില? ഇന്നലെ രാത്രി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കണം. അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അവള് പോകുന്നത്. ഇത് നോക്ക്, 3 ആൺകുട്ടികൾക്കും അവരവരുടെ ജീവിതം കിട്ടി. അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം എന്നുള്ള കാര്യം അവര് തനിയെ ചെയ്തോളും. നല്ല കാര്യം. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ടേബിളും ചെയറും പോലെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ നോക്കി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണോ? ബസ് പോകുന്ന സമയത്ത് ഓരോരോ സ്ഥലം എത്തുമ്പോ അവിടെയുള്ള ആൾക്കാരെ അവിടെ ഇറക്കി വിട്ടുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അവസാനം വരെ നീ തന്നെ എല്ലാ ഭാരവും ചുമക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ പോയിട്ട് ബസ്സിനെ പിടിക്കും. വയസ്സാകുമ്പോൾ കുറച്ചൊക്കെ അടക്കം ഒതുക്കത്തോടു കൂടി ഇരിക്കണം. 3 കുട്ടികൾക്ക് എന്തായാലും അവരുടെ ഭാര്യമാരെ നമ്മൾ കണ്ടെത്തി കൊടുത്തു. ഇനി അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ആ കൊച്ചിന് ജോലി ഉണ്ടാവും, അപ്പൊ അവള് പോയി, അത്ര തന്നെ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ മൂത്തവർക്ക് ബഹുമാനം തന്നില്ലെങ്കിൽ അത് വലിയ വലിയ കാര്യങ്ങളായി തീരും. എന്താണെങ്കിലും നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ നടക്കാൻ. തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ സുധിയും കൂടി വരുന്നുണ്ട് കേട്ടോ. ആന്റി, ഞാൻ കോഫി ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആന്റി തന്നെ തയ്യാറാക്കി വെച്ചല്ലേ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി ആ കോഫി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും സുധി ചോദിക്കുന്നുണ്ട്, അമ്മേ എനിക്കും കൂടി കോഫി ഉണ്ടാക്കി വെക്കണ്ടേ എന്നുള്ള കാര്യം. എടാ ഞാനത് വർഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോ ശ്രുതിക്ക് എന്തോ പോലെ ആവുന്നുണ്ടേ. സോറി ആന്റി, ഞാൻ അറിയാണ്ട് എടുത്തു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇല്ലല്ല നീ കുടിച്ചോ. അവള് രാവിലെ തന്നെ എണീറ്റ് ജോലിക്ക് പോയി. അതെ ആന്റി, ഞാന് ശ്രീകാന്തിന്റെ അടുത്ത് ആന്റി സംസാരിക്കുന്ന കാര്യം കേട്ടു. എനിക്കും തോന്നി ആന്റിയുടെ അടുത്ത് പറയാണ്ട് അവള് പോയല്ലോ എന്നുള്ള കാര്യം. തുടർന്ന് സുധി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പ്രൊഫഷൻ അതല്ലേ, അതുകൊണ്ട് ഉടനെ ജോലി വന്നു കഴിഞ്ഞാൽ പോയല്ലേ പറ്റുള്ളൂ.
ഇപ്പൊ എന്റെ ഷോറൂമിൽ നിന്ന് കസ്റ്റമർ വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ സുധിയുടെ മൊത്തയ്ക്ക് നോക്കുവാണേ. ഈ കോഫി ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാണേ. തുടർന്ന് രേവതി വന്നിട്ട് പറയുന്നുണ്ട്, അല്ല വർഷ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് കേട്ടോ രേവതി അങ്ങോട്ട് വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ മര്യാദ പോവല്ലോ. ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്. നൈറ്റ് അവൾ എന്തോ പറഞ്ഞിരുന്നു, ഐ ഗോ മോർണിംഗ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട്, അല്ല നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നല്ലേ പറയാറ്, അത് മെല്ലെ നിർത്തി നല്ലപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. ഇവളാണെങ്കിൽ ജെറ്റ് വിട്ട മാതിരിയല്ലേ പോകുന്നത്. അവളാണെങ്കിൽ ബൈക്ക് ഓടിക്കുന്നത് പോലെയല്ലേ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനും വിചാരിച്ച ഒരു മരുമകൾ എങ്ങനെ എന്റെ അടുത്ത് പറയാതെ പോകുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അമ്മ അവള് രാവിലെ വിളിച്ചപ്പോ രാവിലെ കോള് വന്നു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെ അമ്മേന്റെ അടുത്ത് ഇന്നലെ രാത്രി പറയുന്നത്? അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം. അവളുടെ അടുത്ത് മലയാളത്തിൽ പറയാൻ വേണ്ടി പറയണം. ഇനി എന്തൊക്കെയാണെങ്കിലും അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത്. തുടർന്ന് രേവതി പറയുന്നുണ്ട്, അമ്മേ രാവിലെ വർഷ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. നിന്റെ അടുത്ത് പറഞ്ഞോ? പറഞ്ഞു. രാവിലെ മുറ്റടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവള് പറഞ്ഞത്. അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് ചേച്ചി പറയണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ചമ്മി നാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് മരുമകൾക്കിടയില് തന്റെ വില പോകുന്നു വിചാരിച്ചും കൊണ്ട് വർഷയെ തലയിലേറ്റിക്കൊണ്ട് നടന്നതാണ്. ആ ചന്ദ്രമതിക്ക് നല്ല മുട്ടം പണിയാണ് കേട്ടോ രേവതി കൊടുത്തത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.